നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പം ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു മരണവും നമ്മുടെ ഒരു വിടവാങ്ങലും കൂടിയാണ്. അല്ലെ, അള്ളാഹു പറഞ്ഞല്ലോ, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഏറ്റവും ഉറപ്പുള്ളത് നിങ്ങളെ തേടി വരുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പം അവിടെ മരണത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് അൽ യഖീൻ എന്നാണ്. ഏറ്റവും ഉറപ്പുള്ളത്, ഒരു സംശയവും ഇല്ലാത്തത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടവരാണ്. ഒരു ദിവസം തന്നെ എത്ര മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നു, എത്ര മരണ വാർത്തകൾ നമ്മൾ കാണുന്നു. പ്രായം കുറഞ്ഞവർ, ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ളവർ. അപ്പോൾ തൊട്ടടുത്ത് നമ്മളുണ്ട്, അല്ലെ, നമ്മുടെ തൊട്ടരികിൽ മലക്കുൽ മൗത്ത് ഉണ്ട് എന്ന ഒരു ചിന്ത കൂടി ഈ ഒരു പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മയ്യിത്ത് മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ, മയ്യിത്തിനെ കുളിപ്പിക്കൽ, മയ്യിത്ത് കഫൻ ചെയ്യൽ, മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കൽ. ഇത്രയും കാര്യങ്ങളാണ് കുറച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സിഫത്തു ദഫ്നിൽ മയ്യിത്തി, മയ്യിത്ത് മറമാടുന്നതിൻ്റെ രൂപം. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് ഇനി അടുത്തത് മയ്യിത്ത് മറമാടലാണ്. അപ്പം മയ്യിത്ത് മറമാടുന്നതിൻ്റെ രൂപമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ശരിക്കും ദഫന എന്ന് പറഞ്ഞാൽ മൂടി മറച്ചു എന്നൊക്കെയാണ് അർത്ഥം. നമ്മളെന്താണ് മയ്യിത്തിനെ ചെയ്യുന്നത്? ഒരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടുകയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ദഫന എന്ന് പറയുന്നത്. മറച്ചു, മൂടി എന്നൊക്കെയാണ് ദഫന എന്ന വാക്കിൻ്റെ അർത്ഥം. ആ മയ്യിത്ത് മറവ് ചെയ്യുന്നതിൻ്റെ വിധി കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കാം. ഇത് ഫർള് കിഫായയാണ്. മയ്യിത്ത് മറമാടുക എന്നുള്ളത് ഫർള് കിഫായയാണ്. മുമ്പ് മയ്യിത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ സംഗതികളൊക്കെ ഫർള് കിഫായ തന്നെയാണ്, അല്ലേ? മയ്യിത്ത് കുളിപ്പിക്കൽ എന്താണ്? ഫർള് കിഫായയാണ്. മയ്യിത്ത് കഫൻ ചെയ്യൽ ഫർള് കിഫായയാണ്. മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കൽ ഫർള് കിഫായയാണ്. ഫർള് ഐനും ഫർള് കിഫായും തമ്മിലുള്ള വ്യത്യാസം പല ക്ലാസ്സുകളിലായി നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണം, സുബൈർക്ക് ചെയ്യേണ്ടത് സുബൈർക്ക് തന്നെ ചെയ്യണം. അതിനാണ് ഫർള് ഐൻ എന്ന് പറയുക. എന്നാൽ ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ആ സംഗതി നടക്കുകയാണ് വേണ്ടത്. ഒരു ടീം ചെയ്താൽ ബാക്കിയുള്ളവർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ ഒരു നാട്ടിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, അയാളുടെ മയ്യിത്ത് ഒരാളും മറമാടിയില്ല. ആ മയ്യിത്ത് അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കുറ്റക്കാരാണ്. എന്നാൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ആ മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അത് ഒഴിവാകുകയും ചെയ്തു. അപ്പം അതാണ് ഫർള് കിഫായ. അപ്പം മയ്യിത്ത് മറമാടുക എന്നതും ദഫ്നുൽ മയ്യിത്തിൻ്റെ വിധിയും ഫർള് കിഫായ തന്നെയാണ്.